ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പാൽസ്രാവിനെ കറി വെക്കാൻ പോകണം. ഇത് നമ്മൾ വാങ്ങിയത് തെളിയൂർക്കാവിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്രാവ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പ് കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് കഞ്ഞിവെള്ളത്തിട്ട് വെക്കാം. നമ്മളപ്പോൾ സ്രാവ് 1 മണിക്കൂർ കഞ്ഞിവെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഒരു കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുടംപുളി വെള്ളത്തിലിട്ടതാണ്. ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്കസ്രാവിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കസ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ കപ്പയോടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പ പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.